ശരിക്കും പറഞ്ഞാൽ തിരുവോണമാണ്. പക്ഷെ നമ്മളിന്ന് തിരുവോണം ആഘോഷങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ പൊട്ടലൊക്കെ ഉണ്ട് അടുത്ത ആഴ്ചയൊക്കെ ആയിട്ട്. അപ്പോൾ ഇവിടെ വീട്ടിൽ നമ്മൾ സെലിബ്രേഷൻസ് ഒന്നുമില്ല. അപ്പം ഇന്നിപ്പോൾ നമ്മൾ വെറുതെ പുറത്ത് പോയി ലഞ്ചൊക്കെ കഴിക്കാം. സദ്യ ഒന്നുമല്ല. അപ്പോൾ അടുത്ത ആഴ്ച ഒക്കെ ആയിട്ട് പൊട്ടലൊക്കെ ആയിട്ട് നമ്മൾ സദ്യ മടുത്തു പോകും. അതുകൊണ്ട് സദ്യ കഴിക്കുന്നില്ല. വേറെ എന്തെങ്കിലുമൊക്കെ വെറുതെ ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിക്കുന്ന ഡാൻസ് ക്ലാസ് ഉണ്ട് 3:30. അപ്പോൾ അതിന് മുമ്പായിട്ട് തിരിച്ചെത്തണം. പിന്നെ എനിക്കിന്നൊരു ഫോട്ടോഷൂട്ടിൻ്റെ അപ്പോയിൻമെൻറ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നല്ല വിശക്കുന്നുണ്ട്. അപ്പം അതിന് മുമ്പ് എനിക്ക് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം. ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കിക്കഴിഞ്ഞിട്ട് എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ലൈറ്റായിട്ട് കഴിച്ചിട്ട് ഞാൻ ഇറങ്ങും. അതാണ് പരിപാടീസ്. ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ പോവാം. ഞാനങ്ങനെ ഡയബറ്റിക് പേഷ്യൻ്റ് ഒന്നും അല്ല കേട്ടോ. പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ബ്ലഡ് ഷുഗർ വേരിയേഷനാണിത്. ജെസ്റ്റേഷണൽ ഡയബറ്റിസ് എന്ന് പറയും. നാട്ടിലെ പോലെ ഇടയ്ക്ക് വല്ലപ്പോഴും പോയി ഷുഗർ ടെസ്റ്റ് ചെയ്താൽ പോരാ. ഇവിടെ ആദ്യത്തെ ലാബ് ടെസ്റ്റ് ഫെയിലായ പിന്നെ നമ്മൾ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും ടെസ്റ്റ് ചെയ്യണം. ഒരു നേരം മാത്രമല്ല, ദിവസവും 4 തവണ. ഫാസ്റ്റിംഗ്, പിന്നെ ഓരോ മീൽസിന് ശേഷവും. എന്നിട്ട് ഈ റീഡിങ്സ് എല്ലാം റെക്കോർഡ് ചെയ്തിട്ട് ഡോക്ടറിന് അയച്ചു കൊടുക്കുക കൂടി വേണം. ഈ ഒരു ട്രീറ്റ് പിടിച്ച് എത്ര നേരമായി കുക്കിയിരിക്കണം? കുബോയ് എവിടെ അമ്മേ? കുബോയ് നമ്മളെവിടെയാ പോന്നെ? ഏത് റെസ്റ്റോറന്റിന്റെ പേര് പറയും? സംഗം. We are heading down to Southern Turn here, and we'll reach there in the next 5 minutes. I just want to make sure your seats are straight up, and make sure your seat belts are fastened up. And the weather here in Austin is 86 degrees, and the time is 12 hours and 38 minutes in the afternoon. Hope you all enjoyed the ride, and we will land there shortly in the next 5 minutes. Cabin crew, get ready for landing. Thank you. ഓ, സംഘം റെസ്റ്റോറൻറ്റിലെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കയറാൻ നിന്നില്ല. തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റ് ഹൈദരാബാദ് ഹൗസ്, അവിടേക്ക് പോയേക്കാമെന്ന് കരുതി. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. ഇനിയിപ്പം വീട്ടിൽ പോവാം. എവിടെ വന്നേക്കുവാ? എന്തിനാ വന്നേ? എന്നിട്ട് എന്തൊക്കെ ഷോപ്പ് ചെയ്തോ? സോഫ, ബനാന എടുത്തു, പിന്നെന്താ? കോക്കനട്ട് എടുത്തോ? നോക്കട്ടെ. നമ്മുടെ സാധാ ചെറിയ രണ്ടെണ്ണം എടുക്കട്ടെ അമ്മ. മാക്രൽ ക്ലീൻ. നമ്മുടെ നാട്ടിലെ മത്തി. ക്ലീനിങ് ഉണ്ടോ? ക്ലീനിങ് എല്ലാം വെട്ടി നന്നാക്കി എടുത്ത് വറുത്താറുണ്ട്. നല്ല വലിയ ബോക്സിൽ മത്തിയുണ്ട്. കോൺബ്രെഡ് ഓരോരോ സ്ലൈസസ് ആയിട്ട് കിട്ടും. ഭയങ്കര ഈസിയാണ് എടുത്ത്. ശർക്കര
ജോർജേട്ടാ കാണാം കേട്ടോ. താങ്ക് യു. മിൻചേച്ചിയുടെ അടുത്ത് അന്വേഷണം പറയട്ടോ. ആണല്ലേ, വരുവാ. ഈ ഒരു മാമ്പഴപ്പുളിശ്ശേരി റെസിപ്പി ആയാലോ? ഏട്ടനാണ് മാമ്പഴപ്പുളിശ്ശേരി എക്സ്പേർട്ട്. സ്വന്തം റെസിപ്പിയൊന്നും അല്ല കേട്ടോ. താങ്ക്സ് ടു വീണാസ് കറി വേൾഡ്. ബൾഗേറിയൻ യോഗർട്ട്, ഇത് ഉപ്പ്, തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കടുക്, പിന്നെ ഇത് കടുക് താളിക്കാനുള്ളതും അരച്ച് ചേർക്കാനുള്ളതും അല്ലേ. കുരുമുളക്, ഉലുവ, ജീരകം, പച്ചമുളക്, കറിവേപ്പില, വറ്റൽമുളക്. നമ്മുടെ നാട്ടിലെ നാട്ടുമാമ്പഴം ഒന്നും ഇവിടെ കിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തൽക്കാലം ഈ മാമ്പഴം വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇന്നത്തെ ഈ ഒരു ചെറിയ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.